ഹലോ കൃഷ്ണമോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു ദുബായ് മാമ. ഞാനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോവാൻ പോവാ. ഓ, അവിടെ ചെന്നിട്ടേ ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താ? ഞങ്ങൾ പോകുന്നത് ഒരു മുഹൂർത്തം കുറിപ്പിക്കാനാ. മുഹൂർത്തം കുറിപ്പിക്കാനോ? എന്തിന്? അതെ, അമ്മ ഇവിടെ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുവച്ചു. പെട്ടെന്ന് തന്നെ എന്റെ കല്യാണം നടത്താനുള്ള തീരുമാനാ. അതിനുള്ള മുഹൂർത്തം എടുക്കുന്നേ. എന്തൊക്കെയാ മോളെ പറയുന്നേ? അതെങ്ങനെ വേറൊരു വിവാഹം നടക്കുന്നേ? തങ്കമില്ലേ അടുത്ത്? തങ്കത്തിനോട് 4 വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ. മോളാ ഫോൺ അങ്ങോട്ട് കൊടുത്തേ. അമ്മയെ വഴക്കൊന്നും പറയണ്ട. അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുഹൂർത്തം നോക്കുന്നു എന്ന് പറഞ്ഞത് സത്യ. അതെന്തിനാണെന്ന് ചോദിക്ക. എന്തിനാ? ദുബായ് മാമന്റെ ഈ ലോട്ടറി ശിഷ്യ ഒരു ലോട്ടറി കടയുടെ ഉടമയാവാൻ പോവാ. ആണോ? അത് കൊള്ളാലോ മോളെ. അമ്മ കഴിഞ്ഞ പിന്നെ ഈ സന്തോഷം പങ്കുവെക്കാൻ എനിക്ക് ഗോപാലമാമനും സുനന്ദേച്ചിയല്ലേ ഉള്ളൂ. ഒക്കെ ഞാൻ പറഞ്ഞിട്ടേ അനിയസാർ ഏർപ്പാടാക്കി തന്നതാ. അനിയസാറിന്റെ ബിൽഡിങ്ങില് അനിയസാർ ഇട്ടു തന്ന കടയാ. നന്നായി മോളെ. അത്രയും ദൂരത്ത് ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുണ്ടാവോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഇതിപ്പോ വെറും ഒരു സന്തോഷമൊന്നുമല്ലല്ലോ. ഒരു ലോട്ടറി കടയുടെ മുതലാളി എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല വേണേ. ഇത്രയും കാലം ലോട്ടറിയും കൊണ്ട് നടന്നിട്ട് ഈ ദുബായ് മാമനെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യ. നാളെ കട ഉദ്ഘാടനം ചെയ്യുന്ന ഗോപാലമാമനെ ഒരു കാര്യം ചെയ്യ. നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് സുനന്ദേച്ചിയും മോളെയും കൂട്ടി കൃത്യമായിട്ട് ഇവിടെ എത്തണം. അയ്യോ മോളെ, അതിനൊരു പ്രശ്നമുണ്ടല്ലോ. എന്തുപറ്റി? നാളെ മോളുടെ സ്കൂളില് അച്ഛനും അമ്മയും ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. ചെല്ലണമെന്ന് നിർബന്ധമായി പറഞ്ഞപ്പോ ഞങ്ങൾ ചെല്ലാന്നും പറഞ്ഞു. ഒന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. അതിന് അനിയൻ സാർ ഇപ്പഴല്ലേ എന്നോട് കാര്യം പറഞ്ഞ. പോട്ടെ. നാളെ വരാൻ പറ്റിയില്ലെങ്കിലും മാമനും സുനന്ദേച്ചിയും അധികം വൈകാതെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ മോള് മുതലാളിയായിരിക്കുന്നത് എനിക്കൊന്ന് കാണണ്ടേ? അപ്പൊ മുഹൂർത്തം കുറിക്കുന്നതിന് മുൻപേ മാമന്റെ കാലതൊട്ട് അനുഗ്രഹം വാങ്ങിക്കാം. നന്നായി വരുമോളെ. നിന്റെ കഷ്ടപ്പാടുകളൊക്കെ മാറും. നീയും നിന്റെ അമ്മ അനുഭവിച്ച വേദനകളൊക്കെ നിങ്ങളെ വിട്ടു പോകും.